ഏകഛത്രാധിപതിയായി മാറുകയാണ് വി.ഡി. സതീശൻ എന്നാണ് പലരും വിമർശിക്കുന്നത്. അതായത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുതിയൊരു വെർഷൻ. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചിരിക്കും, മുഖത്ത് നല്ല ചിരിയുണ്ട്, തുടങ്ങിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിണറായി വിജയന്റെ ഒരു പരിഷ്കൃതമായിട്ടുള്ള ഒരു വെർഷനായിട്ട് വി.ഡി. സതീശൻ മാറുകയാണോ എന്നുള്ളതാണ്. ഇതിന്റെ കാരണമായിട്ട് പറയുന്നത് ഈ ഒരു ഏകഛത്രാധിപതി പ്രവണതയുണ്ട്. ഒരു ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇടുക്കിയിലെ. മുഖ്യമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു, ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതി എന്നൊക്കെ പറഞ്ഞു. ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇതിപ്പം എന്താണെന്നറിയോ, ഇപ്പം പണ്ടൊരു IT ആക്ട് കേരള ഗവൺമെന്റ് അമെൻമെന്റ് ചെയ്തായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഈ പറഞ്ഞ പോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടപ്പം അതിനെതിരെ കൊണ്ടുവന്ന ഒരു ആക്ടായിരുന്നു സാധനം. അമെൻമെന്റ് ചെയ്തിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നതായിരുന്നു. ആരെങ്കിലും പിണറായി വിജയനെതിരെയുള്ള പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയാസിലോ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു സാധനമായിരുന്നു. CPI അടക്കം വലിയ തരത്തിൽ CPM-ന്റെ പല നേതാക്കന്മാർ രംഗത്ത് വരുന്നു. അവസാനം നിവൃത്തികേട് കൊണ്ട് പിണറായി വിജയൻ പിൻവലിക്കുന്ന സാധനം നമ്മൾ അവസാനം കണ്ടത്. അന്ന് ഇതേപോലെ ഒരുപാട് അറസ്റ്റ് ഉണ്ടായതാണ്. സെയിം സാധനമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ മോർഫ് ചെയ്ത ഇമേജ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ സതീശനെതിരെ ഉണ്ടായിട്ടുള്ള മോർഫ് ചെയ്ത അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമേജാണ് കൊടുക്കുന്നത്. പിന്നെ മാത്രമല്ല അതിമോശമായ രീതിയിലാണ് ആ കമൻ്റ് കയ്യിൽ എഴുതിയിട്ടുള്ളതെന്ന് പറയുന്നത്. ഒരു KSRTC ഉദ്യോഗസ്ഥൻ, അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അത്തരത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കാരണം അവർ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫാണ്. അപ്പോൾ ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ ഗവൺമെൻറ് സ്റ്റാഫുകളെ എഴുതി കഴിഞ്ഞാൽ അതിൽ പിന്നെ എന്തർത്ഥമാണ്? അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. അപ്പം അതിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം എനിക്കും നിങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 19 പ്രകാരം എല്ലാവർക്കും റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു സ്പീച്ച് തരുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ CPM പറയുന്ന ഒരു നെറേറ്റീവിന്റെ ആവശ്യമില്ല. ഏകഛത്രാധിപതിയായി മാറുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കുന്നു. കാരണം നിയമമുണ്ട് ഇത്തരത്തിൽ അധിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളത്. അതാണല്ലോ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. വ്യക്തിഹത്യ ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അതിലൊരു സംശയമില്ല. ഇല്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPM ഈ പറയുന്നുണ്ടല്ലോ, ഇപ്പം അവർ നോക്കണം ഇത് ആരാണ് ഈ പറയുന്നതെന്നുള്ളത്. ഇപ്പം എന്താ പറയുക, ഒരു എന്താ പറയുക, ഏകാധിപത്യ തീരുമാനം എടുക്കുന്ന ഒരു പാർട്ടി നേതാവാണ് ഈ പറഞ്ഞ പോലെ സതീശൻ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആദ്യം പോകേണ്ട ലേബൽ പിണറായി വിജയനിലോട്ടാണ്. കാരണം അദ്ദേഹമാണ് PM ശ്രീയിൽ സ്വന്തം മുന്നണിയിലെ നേതാക്കന്മാരെ പോലും വിലക്കെടുക്കാതെ, അവരെ പോലും അറിയിക്കാണ്ട് പാതിരാത്രി ഒപ്പിട്ടെങ്ങാണ്ട് കേന്ദ്രത്തിലോട്ട് ഈ സാധനം അയച്ചു കൊടുത്തത്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് ഏകാധിപതി, ആരാണ് സ്വേച്ഛാധിപതി, മൊണോപോളിസ്റ്റിക് പേഴ്സൺ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉത്തരം ഉണ്ട്. അവിടെ സതീശന് ഇത്തരത്തിലുള്ള ലേബൽ കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്നായിട്ട് ചിരിക്കുന്നുണ്ട് അദ്ദേഹം. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ചിരി ഇപ്പം വലിയൊരു ഹൈലൈറ്റ് ആണ്. അപ്പൊ ആളുകൾ തന്നെ പറയുന്നത് എന്താ, കുറെ കാലത്തിന് ശേഷം ചിരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റി. എല്ലാ സമയവും എല്ലാ നിമിഷവും വളരെ ഹാപ്പി ആയിട്ടാണ് വി.ഡി. സതീശനെ കാണാൻ പറ്റുന്നത്. മുഖത്ത് എപ്പോഴും ഒരു ചിരിയും. ആളുകൾക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സിനോട് വളരെ രീതിയിലുള്ള ഇഷ്ടം സ്വാഭാവികമായിട്ടും രൂപപ്പെടുന്നുള്ളത് ഒരു സൈക്കോളജിയാണ്. കടിച്ച് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ആളുകളെക്കാൾ ഛത്രാധിപതിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ആ ടൈറ്റിൽ ഏറ്റവും കൂടുതൽ യോഗ്യൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. ഇനി യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഇപ്പൊ മുന്നണികളുടെ എന്താ പറയാ, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലടക്കം അതിരൂക്ഷമായ MLA സ്ഥാനം പോലും വഹിക്കാൻ യോഗ്യനല്ലാത്ത നേതാവാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ് ഇപ്പം എന്താ പറയാ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്കാർ ഇവരൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പറയുന്ന ഒരാൾക്കെതിരെ വീണ്ടും അയാളെന്നെ വന്നിരിക്കുന്നു പറയുമ്പോൾ അപ്പൊ അവിടെ ഏകഛത്രാധിപതി ആരാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ആരാണ് വളരെ വ്യക്തമാണ്. പിണറായി വിജയൻ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതായത് ചെയ്യാനുള്ള ഒരു മാന്യത അല്ലെങ്കിൽ അതിന്റെ ഒരു നിലവാരമെങ്കിലും അദ്ദേഹം കാണിക്കണമായിരുന്നു. കാരണം എന്തൊരു തോൽവിയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ഏറ്റവും വലിയ തോൽവിയല്ലേ അദ്ദേഹം നേരിട്ടത്. ഇങ്ങനെയുള്ള അതും എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫേസ് വെച്ചുകൊണ്ടാണ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ഒരു അഹങ്കാരത്തിന്റെ ഒരു ടൈറ്റിലായിരുന്നു അത്. LDF അല്ലാതെ മറ്റാരും ഇല്ല എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് പ്രവണത ഉള്ളൊരു ടൈറ്റിലായിരുന്നു. അത് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അറ്റ്ലീസ്റ്റ് ഒരു 50 സീറ്റും കിട്ടണ്ടേ. അത്തരം ടൈറ്റിൽ വെച്ചിട്ട് നാട്ടിൽ മൊത്തം ഫ്ലക്സ്, എവിടെ നോക്കിയാലും പിണറായി വിജയന്റെ മുഖവും ഈ ഫ്ലക്സും ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക ആ സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് വലിയ PR വർക്ക് മോഹൻലാലിനെ വെച്ചിട്ട് ഇന്റർവ്യൂ, ഉപനിഷത്ത് പറയുന്ന മുഖ്യമന്ത്രി ഈ ഇന്റർവ്യൂവിന്റെ അവസാനം ഈ വിശ്വാസിയാണ് താനെന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറെ PR ഇമേജും ഒക്കെ അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വിജയത്തിനായിട്ട്. പക്ഷെ അതൊന്നും വിജയം കണ്ടില്ല. 50 സീറ്റ് പോലും നേടാൻ പറ്റിയില്ല. 4-1 50 സീറ്റ് പോലും നേടാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തെളിയിക്കുന്നത് ഏറ്റവും വലിയ ഛത്രാധിപതി ആയിരുന്നത്
ഇദ്ദേഹം തന്നെയായിരുന്നു എന്നുള്ളതാണ്. വി ഡി സതീശനെ ഞാൻ തുടക്കത്തിൽ CPM പറയുന്ന ഒരു നെറേറ്റീവാണ് പറഞ്ഞത്. അതുപോലെ ഒരു ഛത്രാധിപതിയൊന്നുമായിട്ട് വിലയിരുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ഇത്രയും ചെറിയൊരു വിഷയത്തിന്റെ പേരിൽ അധിക്ഷേപം എന്ന് പറയുന്ന സംഗതി നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ആരോട് ചെയ്തു കഴിഞ്ഞാൽ അധിക്ഷേപം നമുക്കൊരാൾ വ്യക്തിപരമായിട്ട് വിമർശിക്കാം, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യാം. പക്ഷെ അധിക്ഷേപം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നിയമമുണ്ട്. പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോൾ അവർ പാലിക്കേണ്ട കാര്യങ്ങൾ അവർ തീർച്ചയായിട്ടും പാലിക്കണം എന്നുള്ളതാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ സതീശനെ ഒരു ഏകഛത്രാധിപതി എന്ന് ഉപയോഗിക്കുന്നതിനോട് ഞാനും യോജിക്കുന്നില്ല. കാരണം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും ഇപ്പം നമുക്കറിയാം, എന്താ പറയുക, CPI പലപ്പോഴും മുന്നണിക്കുള്ളിൽ ഒരു ശബ്ദമേ അല്ലായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഏകഛത്രാധിപതിയുടെ അന്തിമ തീരുമാനം എടുക്കുന്ന എല്ലാ കാര്യവും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണെങ്കിൽ പോലും അദ്ദേഹത്തെ അവിടെ വെറും ഒരു റബ്ബർ സ്റ്റാമ്പാക്കി നിർത്തിക്കൊണ്ട് എല്ലാ കാര്യവും ഭരിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. മാത്രമല്ല CPIയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ CPIയും SFIയും അതേപോലെ AIYF തമ്മിൽ പ്രശ്നം, തിരുവനന്തപുരം ലോ കോളേജിലുണ്ടായ പ്രശ്നത്തിൽ ഒരു പെൺകുട്ടി അടിവയറ്റിലോട് ചോട്ടി വലിയ വിഷയമായിരുന്നു. അന്ന് വരെ ഈ പ്രശ്നങ്ങൾ അടിച്ചമർത്തപ്പെട്ടത് ഈ പിണറായി വിജയൻ്റെ സ്വഭാവം കൊണ്ട് മാത്രം. പിന്നെ അതേപോലെ ആനി രാജ പറഞ്ഞായിരുന്നു RSS ആണ് ആഭ്യന്തരം ഭരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. ഇത്തരത്തിൽ എന്ത് കാര്യം വന്നാലും അതിനെതിരെ അടിച്ചമർത്തി ഇല്ലാണ്ടാക്കുന്ന ഒരു ഏകഛത്രാധിപതി എന്നുള്ളതിൽ എന്തുകൊണ്ടും ആ പേര് യോജ്യൻ ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ തന്നെയാണ്. ഒരു എന്താ പറയുക, ഒരു സ്റ്റാഫ്, ഒരു ഗവൺമെൻറ് സ്റ്റാഫ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കീപ്പ് ചെയ്യേണ്ട, ആ ഡ്രൈവർ കീപ്പ് ചെയ്യേണ്ട കുറേ മര്യാദകളുണ്ട്. കാരണം അദ്ദേഹം ഗവൺമെൻറ് ഒഫീഷ്യൽ സ്റ്റാഫാണ്. അത്തരത്തിൽ ഭരണ കർത്തവ്യം നടത്തുന്ന മന്ത്രിമാർക്കെതിരെ, ഒരു MLA കൂടി അല്ലെങ്കിൽ ഒരു മന്ത്രിക്കെതിരെ, അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ അദ്ദേഹം സൂക്ഷിക്കണമായിരുന്നു. ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യണമെന്നല്ല, എല്ലാവർക്കും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 പ്രകാരം എല്ലാവർക്കും സ്വാധീനമുണ്ട്, എല്ലാവർക്കും അതിൽ അവകാശമുണ്ട്. അത് മൗലിക അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് എന്താ പറയുക, പരിധിയുണ്ട്. നമുക്ക് എൻ്റെ കൈ വീശാൻ പറ്റും, മറ്റൊരാളുടെ മൂക്കുമ്പോൾ തട്ടുന്നവരെ എനിക്കത് വീശാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അദ്ദേഹത്തെ കാണാൻ വന്ന ഒരു അമ്മയുടെ വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗസ്റ്ററും ബോഡി ലാംഗ്വേജും നമുക്ക് അതിലൂടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ വീഡിയോ കാണിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. നെട്ടയം വാർഡിലാണ്. അപ്പൊ അവിടെ ഞാൻ BJP ആളുകളാണ് മണികണ്ഠേശ്വരം മൊത്തം. എനിക്ക് പലതരത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത്, ഒന്നും വേണ്ട. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലുള്ളവരൊക്കെ സഹായം. പിന്നെ ഞാൻ മോനെ കാണാമെന്നുണ്ട്. ഞാൻ അവരോട് വന്നു കഴിഞ്ഞാൽ പറഞ്ഞെങ്കിൽ ആരെങ്കിലും പേടിപ്പിക്കാൻ ഞങ്ങൾ വേറെ മോനെ കൂടി ഇരിക്കണ്ടെന്ന് പറഞ്ഞു. എന്താ പേര്? എന്റെ പേര് സരസ്വതി. ഇവിടെ ഒരു മോനെ ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കണ്ടെന്ന് പറയുക, എല്ലാം പഠിപ്പിക്കാൻ വന്നു. മനസ്സിലായി? ആരെങ്കിലും പേടിപ്പിക്കാനോ വരട്ടെന്നോ വന്നാ പറഞ്ഞു. ഞാൻ ആ മോനോട് വിളിച്ച് പറയുന്നു, തിരിച്ചു പേടിപ്പിച്ചു. എടാ എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് നേരെ കയറി വന്നു. ആ വെയിലോട്ടിരുന്നു കേട്ടാ, എന്തെങ്കിലും പറഞ്ഞാൽ ആ